പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ്. മുഹമ്മദ് ജി. നാട്ടില്? ഞാൻ ബേക്കൽ, കാസർഗോഡ് ജില്ല ബേക്കൽ. ബേക്കലത്ത് നമ്മുടെ നാട്ടുകാരാണ്. ഞാൻ തൃക്കേവരാണ്. എത്ര കൊല്ലായി ഈ പരിപാടിയോടെ? നമ്മള് 30-35 കൊല്ലം കഴിഞ്ഞു. ജുബൈൽ മാർക്കറ്റ് മാത്രം? അല്ലല്ല, മാർക്കറ്റിന് മുമ്പ് അതിന്റെ ബാക്ക് സൈഡിലുണ്ടാകും അതൊരു മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മാർക്കറ്റ് ഇപ്പൊ നന്നായിട്ട് പോകുന്നല്ലേ? ഒറ്റക്കുള്ളൂ? ഇപ്പൊ നമ്മൾ ഒറ്റ. അപ്പൊ ഇൻഷാല്ലാ കണ്ടതിൽ പരിചയപ്പെട്ടതിലൊക്കെ സന്തോഷം. അല്ലാഹ് ഖൈറാകട്ടെ. ഇത് ഷാർജ റോളക്ക് സമീപത്തുള്ള അൽ ജുബൈൽ ബസ് ടെർമിനലിന്റെ നേരെ എതിർവശത്തുള്ള സൂക്കൽ ജുബൈൽ അഥവാ ജുബൈൽ മാർക്കറ്റ്. ഖാലിദ് തടാകത്തിന് സമീപത്തായിട്ടാണ് ഈയൊരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. 37,000 സ്ക്വയർ മീറ്ററിന് മുകളിൽ പരന്നു കിടക്കുന്ന ഷാർജ എമിറേറ്റിലെ ഏറ്റവും വലിയ സൂക്ക് കൂടിയാണ് സൂക്കൽ ജുബൈൽ. 70ഓളം അനുവദനീയമായ മാംസക്കടകളും 90-ന് മുകളിൽ മത്സ്യവില്പന കടകളും 200-ന് മുകളിൽ പഴം, പച്ചക്കറി, ഡ്രൈ ഫ്രൂട്ട്സ് കടകളുമൊക്കെയായി മൊത്തം 400 വ്യാപാര സ്ഥാപനങ്ങൾ നിലവിൽ അൽ ജുബൈൽ മാർക്കറ്റ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു. സൂക്കൽ ജുബൈൽ കെട്ടിടം പരമ്പരാഗത അറബ് മാതൃകയിൽ തീർത്തതാണ്. കാലങ്ങളായി നിലനിന്നിരുന്ന മാർക്കറ്റാണ് ജുബൈൽ മാർക്കറ്റ്. അന്ന് പക്ഷേ തുറസായ സ്ഥലത്തായിരുന്നു സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് കൂടുതൽ സൗകര്യത്തോടെ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപത്തായി പ്രത്യേക കെട്ടിടത്തിലേക്ക് മാറിയെങ്കിലും ഉപഭോക്താക്കൾക്ക് എത്തിപ്പെടാനും മറ്റുള്ള പ്രയാസവും കാരണം ഈയൊരു കെട്ടിടത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. മത്സ്യം, മാംസം, പഴം, പച്ചക്കറികൾ തുടങ്ങി വീട്ടാവശ്യങ്ങൾക്കായുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നു. ലോകത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള വ്യത്യസ്ത രുചിയും വലിപ്പത്തിലുമുള്ള ഈത്തപ്പഴങ്ങളുടെ സ്റ്റാളുകൾ ഈ മാർക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കാം സ്വദേശികളെ പോലെ തന്നെ വിദേശികളുടെയും ഇഷ്ട ഷോപ്പിംഗ് ഏരിയയാണ് ജുബൈൽ മാർക്കറ്റ്. ഈ ഒരു മാർക്കറ്റിന്റെ മലയാളി ബന്ധത്തെക്കുറിച്ച് പറയാതെ പോയാൽ ഒരുപക്ഷെ അത് അപൂർണമായി പോകും. പഴയ കാലത്ത് ജുബൈൽ മാർക്കറ്റിലെ 99% കച്ചവടക്കാരും മലയാളികളായിരുന്നു. മലയാളികളെന്ന് മാത്രം പറഞ്ഞാൽ ഒരുപക്ഷെ പൂർത്തിയാവില്ല. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര പഞ്ചായത്തുകാരായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടി വരും. പക്ഷേ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. പാകിസ്ഥാനികളും ബംഗാളികളും മറ്റ് അറബ് വംശജരുമൊക്കെയായി മാറി. എന്നാലും ഇപ്പോഴും പകുതിയോളം കച്ചവട സ്ഥാപനങ്ങൾ കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര പഞ്ചായത്തുകാരുടേത് തന്നെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗൾഫ് രാജ്യങ്ങളുടെ വിശിഷ്യ UAE ഓരോ വളർച്ചഘട്ടത്തിലും കൂടെ സഞ്ചരിച്ചവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ മേഖലയിലെന്ന പോലെ കച്ചവടത്തിൽ മുന്നിൽ നിൽക്കുന്നത് മലയാളികൾ തന്നെ. ഖാലിദ് തടാകക്കരയിലെ വിശാലമായ സൂക്കൽ ജുബൈൽ മാർക്കറ്റിലും മലയാളികൾക്കുള്ള സ്ഥാനം സൂക്കിൽ വരുന്ന തദ്ദേശീയരായ ഉപഭോക്താക്കൾ കച്ചവട സ്ഥാപനത്തിലുള്ളവരെ പേരെടുത്ത് വിളിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനിയുള്ള ഏതാനും മാസം പൂർണ്ണമായും പാകമാകാത്ത ഈത്തപ്പഴത്തിൻ്റെ സീസണാണ്. വ്യത്യസ്ത കളറിലും രുചിയിലും വലിപ്പത്തിലും ലഭിക്കുന്ന ഇത്തരം ഈത്തപ്പഴത്തിന് ആവശ്യക്കാരേറെയാണ്. പല പ്രവാസികളും നാട്ടിൽ പോകുന്ന തലേന്നാൾ വന്ന് ഇത്തരം ഈത്തപ്പഴം വാങ്ങി നാട്ടിലേക്കും കൊണ്ടുപോകാറുണ്ട്. ഷാർജയിലെ ഏറ്റവും വലിപ്പമുള്ള ഈ ഒരു മാർക്കറ്റ് സന്ദർശിക്കുന്നവർക്ക് ഇവിടുത്തെ ഷോപ്പിംഗ് അനുഭവം വളരെ വ്യത്യസ്തമായി അനുഭവപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പഴമയും പൈതൃകവും പരമ്പരാഗതവുമായ അറിവുകളും കാഴ്ചകളുമായി വീണ്ടും കാണുന്നതുവരെ മാസ്സലാമ.